എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ സച്ചി കാറൊക്കെ വിറ്റ് കൂട്ടുകാരന്മാർക്ക് ആൻ്റണിയോടുള്ള കടമൊക്കെ വീട്ടി ഇപ്പോൾ ഓടിക്കുന്നത് ഓട്ടോ ആണല്ലോ. അപ്പോൾ ഈ കാറ് വിറ്റ കാര്യം വീട്ടുകാർക്കും ആർക്കും അറിയില്ല. ആകെ അറിയാവുന്നത് കൂട്ടുകാർക്ക് മാത്രമാണ്. അപ്പോൾ ഓട്ടോ ഒക്കെ ഓടിച്ച് സച്ചി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാണ്. അപ്പോഴാണ് ശ്രുതി ഒരു ദിവസം ബ്യൂട്ടി പാർലറിലോട്ട് പോകാൻ വേണ്ടി ഓട്ടോ ഒക്കെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൈ കാണിക്കുന്നതാകട്ടെ സച്ചിയുടെ ഓട്ടോയിലും. ശ്രുതി ഓട്ടോയിൽ സച്ചിയെ കാണുമ്പോഴേക്കും ഞെട്ടുവേ. ശ്രുതി അങ്ങനെ ഓട്ടോയിൽ കയറും. സച്ചിയും വല്ലാണ്ടായി പോകും. കാരണം ശ്രുതി ഓട്ടോയിൽ കയറിയുണ്ട്. കാരണം വീട്ടുകാർക്ക് ആർക്കും അറിയില്ലല്ലോ ഓട്ടോ ആണ് ഓടിക്കുന്നതെന്ന്. അപ്പോൾ ശ്രുതിയുടെ കൂട്ടുകാരിയും കൂടെ ഉണ്ടാവും. ശ്രുതിയുടെ കൂട്ടുകാരിയൊക്കെ ചോദിക്കും, സച്ചി ഏട്ടൻ എന്തിനാ ഈ ഓട്ടോ ഓടിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചി കുറേ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. കാർ ഒരു കൂട്ടുകാരന് കൊടുത്തിരിക്കുകയാണെന്നും പകരം അവൻ്റെ ഓട്ടോ ആണ് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓടിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സച്ചി അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ശ്രുതിക്കറിയാലോ, ശ്രുതി ഒരു തട്ടിപ്പ് വിരത്തി ആയതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരുടെ തട്ടിപ്പ് കണ്ടുപിടിക്കാനും ശ്രുതിക്ക് എളുപ്പം സാധിക്കും. ശ്രുതിക്ക് ഈ സച്ചിയുടെ പെരുമാറ്റത്തിലൊക്കെ നല്ല സംശയമുണ്ട്. പക്ഷെ എന്തായാലും ശ്രുതിയെ സച്ചി അവിടെ സ്ഥലത്ത് തന്നെ ഇറക്കി കൊടുക്കും. അപ്പോൾ കാശ് കൊടുക്കാതെ പോകുന്ന കാണുമ്പോൾ കൂട്ടുകാരത്തി ചോദിക്കും, വീട്ടിലുള്ള കുട്ടി തന്നെയല്ലേ എന്തിനാ കാശൊക്കെ മേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സച്ചി എതിർത്ത് പറയുന്നുണ്ട്, പെട്രോൾ അടിക്കുന്നത് എൻ്റെ വീട്ടുകാരല്ല, ഓടി എനിക്ക് കാശ് കിട്ടണമെന്ന് പറയുമ്പോൾ കാശൊക്കെ കൊടുത്ത് സച്ചി അവർ ഹാൻഡിൽ ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ശ്രുതിയാണെങ്കിൽ ഈ സത്യം അറിഞ്ഞതേ പിന്നെ, അതായത് സച്ചി ഓട്ടോ ഓടിക്കുന്നെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ശ്രുതി നേരെ വീട്ടിൽ പോയി ശ്രുതിയോട് ഈ കാര്യം പറയുവാണ് കേട്ടോ, സച്ചി ഓട്ടോയാണ് ഓടിക്കുന്നതെന്ന്. അപ്പോൾ ശ്രുതി പറയും, അവന് ഓട്ടോ ഓടിക്കാനൊക്കെ അറിയാം, അവൻ ഓടിക്കട്ടെ എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അല്ല ശ്രുതി, ആ സച്ചി ഓട്ടോ ആണ് ഇപ്പോൾ ഓടിക്കുന്നത്, കാറൊക്കെ വിറ്റു. അപ്പോൾ ശ്രുതി പറയും, അവനെന്തിനാ കാറ് വിറ്റത്, അവനെന്തിനാ ഇത്ര അത്യാവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുവാണ്, കാറ് വിറ്റത് എന്തെങ്കിലും ആവട്ടെ, കാറ് വിറ്റതിൻ്റെ കാശ് അതെവിടെ, അത് സച്ചിയേട്ടൻ എന്ത് ചെയ്തു അതറിയണ്ടേ ശ്രുതിക്കെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയും, ശരിയാണല്ലോ, കാറ് വിറ്റാൽ ഒരുപാട് കാശ് കിട്ടുമല്ലോ, അമ്മയുടെ ആധാരം വെച്ചിട്ടൊക്കെ മേടിച്ച കാറല്ലേ, ആ കാശ് അവൻ എന്ത് ചെയ്തു ഇപ്പം തന്നെ ചോദിക്കണമെന്ന് പറയും. ശ്രുതി അപ്പോൾ നേരെ പോയി ചന്ദ്രയോടും ഈ കാര്യം പറയുവേ, അമ്മേ സച്ചിയേട്ടൻ ഇപ്പോൾ ഓട്ടോ ആണ് ഓടിക്കുന്നത്, കാറൊന്നുമല്ല, കാറ് സച്ചിയേട്ടൻ എന്ത് ചെയ്തു. അപ്പം അമ്മ ആലോചിക്കും, ശരിയാണല്ലോ, കാറുണ്ടെങ്കിൽ അവൻ എന്തിനാ ഈ ഓട്ടോ ഓടിക്കുന്നത്, അതിലെന്തോ കാര്യമുണ്ടല്ലോ. അപ്പോൾ ശ്രുതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അമ്മേ കാറ് സച്ചിയേട്ടൻ എന്തോ ചെയ്തിട്ടുണ്ട്, വിൽക്കാനാണ് സാധ്യത, അമ്മയുടെ ആധാരം അമ്മയുടെ ആധാരം വെച്ച് മേടിച്ച കാറല്ലേ, അതൊന്ന് വിൽക്കുമ്പോൾ അമ്മയോടൊരു വാക്ക് ചോദിക്കണ്ടേ, അമ്മ ആ കാശ് എന്ത് ചെയ്തെന്ന് സച്ചിയേട്ടനോട് ചോദിക്കാമേ, കാർ എന്ത് ചെയ്തെന്ന് ചോദിക്കാമേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ അങ്ങനെ എരികേറ്റി വിടുവാണ് ശ്രുതി. ചന്ദ്രയ്ക്ക് ഇതൊക്കെ കേട്ട് നല്ല ദേഷ്യം വരുവേ. ചന്ദ്ര നേരെ പോയി പറയും നമ്മുടെ രവിയേട്ടനോട്. രവിയേട്ടൻ അറിയാലോ സച്ചിയോട് ഇത്തിരി സ്നേഹം കൂടുതലാണ്. രവി പറയും, ഞാൻ അവൻ വരുമ്പോൾ ചോദിക്കാം, നീ ഇങ്ങനെ ടെൻഷൻ ആവില്ല, എന്തെങ്കിലും കാര്യമില്ലാതെ അവൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ആ സംഭാഷണം അവസാനിക്കുവേ. എന്നിട്ട് പിന്നെ ഹാളിൽ എല്ലാവരും കൂടിയിരിക്കുവാണ്. അപ്പോഴാണ് ചന്ദ്ര രേവതിയെ കാണുമ്പോഴേക്കും രേവതിയോട് ചോദിക്കുന്നത്, നല്ല ദേഷ്യത്തിൽ തന്നെയാണ് ചോദിക്കുന്നത്, എടി നിനക്കറിയാവോടി നിൻ്റെ ഭർത്താവ് ഓട്ടോയാണ് ഇപ്പോൾ ഓടിക്കുന്നതെന്ന്, അവൻ്റെ കാർ എന്ത് ചെയ്തടി എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും രേവതി പറയും, കാറോ എനിക്കറിയില്ല എന്ന് പറയും. പിന്നെ നിനക്കറിയില്ല, നീ എല്ലാം അറിഞ്ഞിട്ട് തന്നെയായിരിക്കും അവൻ ഇതൊക്കെ ചെയ്യുന്നത്, സത്യം പറയടി, അവൻ കാർ വിറ്റിട്ട് എന്ത് ചെയ്തടി എന്നൊക്കെ ചോദിക്കുമ്പോൾ രേവതി പറയും, അച്ഛാ ഈ സത്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, കുറച്ച് മുന്നേ ആണ് ഞാൻ അറിഞ്ഞത്, ഞാൻ മാർക്കറ്റിൽ പോയപ്പോൾ സച്ചിയേട്ടൻ ഓട്ടോ ഓടിക്കുന്നത് കണ്ടു, അല്ലാതെ സച്ചിയേട്ടൻ എന്നോട് ഇതേപ്പറ്റി ഒരു കാര്യവും പറഞ്ഞിട്ടില്ല എന്ന് രേവതി പറയും. പക്ഷെ ചന്ദ്ര ഇതൊന്നും വിശ്വസിക്കുന്നില്ല. ആ സമയത്താണ് സച്ചി കയറി വരുന്നത് വീട്ടിലോട്ട്. സച്ചി പറയും, ആരും രേവതിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കും, എന്നാ പറ, നീ ആ കാറ് വിറ്റിട്ട് എന്ത് ചെയ്തു, എന്തിനാണ് കാറ് വിറ്റതെന്ന് ചോദിക്കും. അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ലേ. അപ്പോൾ രവി ചോദിക്കും, ഞാൻ ചോദിക്കാം ചന്ദ്ര, നീ ഒച്ചെടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് രവി നല്ല സാവകാശത്തിൽ ചോദിക്കുവാണ് എന്താണ് സച്ചിയോട്, എടാ മോനെ നീ എന്തിനാടാ കാറ് വിറ്റത്, എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, അച്ഛാ അത് ഒരു കാര്യമുണ്ട് അച്ഛാ, പക്ഷെ അച്ഛൻ്റെ മനസ്സ് വിഷമിക്കുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാനതിപ്പോൾ പറയാത്തതെന്ന് സച്ചി പറയും. അപ്പോൾ രവി പറയും, നീ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യുന്നല്ലേ മോനെ, ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോഴും സച്ചി അതന്നെയാണ് പറയുന്നത്, അച്ഛാ ഈ ടൈമിൽ അച്ഛൻ്റെ മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അച്ഛനെ ഒന്നും അറിയിപ്പിക്കാണ്ടിരുന്നത്, സമയമാവുമ്പോൾ അച്ഛനോട് ഞാൻ പറയാമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, അതെൻ്റെ വീടാധാരം വെച്ച് മേടിച്ച കാറാണ്, അപ്പോൾ നീ അതെന്ത് ചെയ്യുമ്പോഴും എന്നോട് പറയണ്ടേ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര ചൂടാവുന്നുണ്ട്. അപ്പോൾ സുധി പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആവട്ടെ അമ്മേ, ഈ കാറ് വിറ്റ കാശ് കൊണ്ട് ഇവൻ എന്ത് ചെയ്തു അത് ചോദിക്കമ്മേ എന്ന് പറയും. അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ, നീ ആ കാറ് വിറ്റ കാശ് കൊണ്ട് എന്ത് ചെയ്തു, ഈ വീട്ടിൽ ആർക്കും ഉപകാരം ഉണ്ടായിട്ടില്ല, എടി രേവതി നിനക്ക് സ്വർണ്ണം മേടിച്ച് തരാൻ വേണ്ടിയിട്ടാണോ ഡി അവൻ ഈ കാറൊക്കെ വിറ്റത്, നിൻ്റെ ഭർത്താവ് കുറേ ഡയലോഗ് അടിച്ചല്ലോ, നിനക്ക് കുറേ സ്വർണ്ണമൊക്കെ മേടിച്ച് തരുമെന്ന്, ഓ ഇങ്ങനെ കാറ്
വിറ്റ കാശ് കൊണ്ടാണോ നിനക്ക് സ്വർണ്ണം മേടിച്ച് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ രേവതി തിരിച്ചു പറയുന്നുണ്ട്, കാറ് വിറ്റ് കാശ് കൊണ്ടൊന്നല്ല, എൻ്റെ ഭർത്താവ് നല്ലോണം കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് കൊണ്ടാണ് എനിക്ക് സ്വർണ്ണം മേടിച്ച് തരാമെന്ന് പറഞ്ഞത്. അങ്ങനത്തുള്ള സ്വർണ്ണമേ ഞാൻ ഇടുകയുള്ളൂ എന്ന് രേവതി തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതിക്ക് സ്വർണ്ണം മേടിക്കാനൊന്നും അല്ല അമ്മേ ഞാൻ കാറ് വിറ്റത്. അപ്പം പറയും, നീ പിന്നെ എന്തിനാടാ കാറ് വിറ്റത്, ആ കാശ് എന്തായാലും എനിക്ക് വേണമെന്ന് പറയുമ്പോൾ സച്ചി പറയും, കാശ് തരാം, ഇവനെടുത്ത് മുങ്ങിപ്പോയ കുറച്ച് ലക്ഷത്തിൻ്റെ കണക്കില്ലേ, ആ കണക്ക് അവൻ സെറ്റിൽ ചെയ്യുമ്പോൾ എൻ്റെ കണക്ക് ഞാനും സെറ്റിൽ ചെയ്യാമെന്ന് പറയും. അപ്പോൾ ചന്ദ്രക്കൊന്നും മിണ്ടാനൊരു കാരണമില്ലേ, സുധിയൊന്നും മിണ്ടത്തില്ല. അപ്പോൾ രവിയോട് സച്ചി പറയും, അച്ഛാ കാശൊക്കെ ഞാൻ തരാം, കാരണം എന്താണെന്നും പറയാം അച്ഛാ, അത് പക്ഷേ അതിപ്പോൾ പറയുന്നില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞ് സച്ചി ആ സംഭാഷണത്തിൽ നിന്നും ആ ഹോളിൽ നിന്നും ഒഴിഞ്ഞു മാറുവാണേ. ഏതായാലും കാറ് വിറ്റത് എന്തിനാണെന്ന് സച്ചി ആരോടും പറഞ്ഞിട്ടില്ല. അതറിയാനുള്ള ആകാംക്ഷയിലാണ് ചന്ദ്രയും വീട്ടുകാരും. ചന്ദ്രയ്ക്ക് ഏതായാലും നല്ല ദേഷ്യമുണ്ട്, കാരണം ലക്ഷക്കണക്കിന് രൂപ സച്ചിക്ക് കിട്ടിയിട്ടുണ്ടെന്നറിയാലോ. അതെന്ത് ചെയ്തെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ചന്ദ്രയും സുധിയും ശ്രുതിയും. അപ്പോൾ വരും എപ്പിസോഡിൻ്റെ ഭാഗങ്ങൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.